ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ചിലർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അനിൽ നമ്പ്യാർ, ഈ ഘട്ടത്തിൽ ജനം TV ഇപ്പോൾ പുറത്തുവിടുന്ന ഈ സംഭവം പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ഭീകരബന്ധം സംശയിക്കുന്ന ചില ആളുകൾ പിടിയിലായിരിക്കുന്നു, ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സംശയം നമുക്ക് ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് സാങ്കേതിക പ്രശ്നമോ ഈ വാഹനത്തിലെ CNG ടാങ്ക് പൊട്ടിയതോ ഒന്നും തന്നെ അല്ല, നേരെ മറിച്ച് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഭീകരാക്രമണം തന്നെ എന്ന് സംശയിക്കാവുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചില ആളുകളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ രാജ്യം ഒരു കാരണവശാലും തലകുനിക്കാൻ തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈ കൊടും ഭീകരർക്ക് ഇപ്പോൾ ഭീകരബന്ധം സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു തരത്തിലും ഒരു കാരണവശാലും ഈ കൊടും ഭീകരർക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് നിലവിലിപ്പോൾ രാജ്യം. ഏതു തരത്തിലുള്ള ആക്രമണവും എന്ത് തരത്തിലുള്ള ഭീഷണികളും ഉണ്ടായാലും നൊടിയിടയിൽ രാജ്യം തിരിച്ചടിച്ചിരിക്കും എന്നുള്ള, അവരെ കുറ്റവാളികളെ കണ്ടെത്തിയിരിക്കും എന്നുള്ളത് തെളിയിക്കുകയാണ് രാജ്യം. കുറെ അധികം പേരെ ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് അനിൽ നമ്പ്യാർ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇനി അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ പരിക്കേറ്റ ആളുകളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇത് 6:52 വലിയ സ്ഫോടനത്തോടെ, വലിയ ശബ്ദത്തോടെ ഈ സ്ഫോടനം നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം ഈ ചിതറിത്തെറിക്കുകയായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ചിതറിത്തെറിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വലിയ തോതിൽ തീ പടർന്നു പിടിച്ചു പ്രദേശത്ത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പരിക്കേറ്റ ആളുകളുടെ വിവരമനുസരിച്ച്, അവർ നൽകുന്ന വിവരമനുസരിച്ച് അതിഭീകരമായ സ്ഫോടനം തന്നെയാണ് നടന്നത്. ഒരു ചാവേർ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ശ്രീകാന്ത്, ഇരട്ട സ്ഫോടനം നടന്നതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടോ? ഇരട്ട സ്ഫോടനം നടന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു കാറിൽ ബ്ലാസ്റ്റ് നടന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത കാറുകളിലേക്ക് തീ പടർന്നു പിടിച്ചു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇരട്ട സ്ഫോടനം ഉൾപ്പെടെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അത് അല്പ സമയം മുമ്പ് ദൃക്സാക്ഷികളും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമായി, ഈ പരിക്കേറ്റവരും അത്തരത്തിൽ ചില സൂചനകൾ നൽകി എന്നതൊഴിച്ചാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇരട്ട സ്ഫോടനം എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇത് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒന്നാമത്, ഈ തീവ്രവാദികൾ ചിലരെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വാർത്ത പുറത്ത് വരുന്നു. മാത്രമല്ല, ഈ സ്ഫോടനത്തിന് ഭീകരവാദ ബന്ധം ഉണ്ട് എന്ന ചില തെളിവുകളും പുറത്ത് വന്നിരിക്കുന്നു. ഇരട്ട സ്ഫോടനം നടന്നുവോ എന്ന ഒരു സൂചന അതും ലഭിക്കുന്നുണ്ട്. ദൃക്സാക്ഷികളിൽ ചിലർ അക്കാര്യം പറയുകയും ചെയ്തു മാധ്യമപ്രവർത്തകരോട്. എന്തായാലും തീവ്രവാദികളിൽ ചിലരെ, ഒന്നിലധികം പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഗൗതമിലേക്ക് പോവുകയാണ്. ഗൗതം, മരണം 11 ആയിരിക്കുന്നു. മാത്രമല്ല, 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇത് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമല്ല, ഈ CNG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതല്ല, ഇത് തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഫോടനം തന്നെ എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഗൗതം, എന്തായാലും ഈ ഘട്ടത്തിൽ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് സാങ്കേതികമായ വാഹനങ്ങളുടെ ചില തകരാറുകളാണോ? കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ വാഹനങ്ങൾ തീപിടിക്കുന്നു, ഓടുന്ന കാറുകൾക്ക് തീപിടിക്കുന്നു, അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതിനാൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ആ ഒരു നിലയിലാണ്
അന്വേഷണം അതല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ചെങ്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ലക്ഷണമൊത്ത ഭീകരാക്രമണമാണ് എന്ന നിരീക്ഷണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സ്ഫോടനം നടന്നത് i20 വാഹനത്തിലാണെന്ന സൂചന പുറത്തു വരുന്നു. മാത്രമല്ല കാറിനുള്ളിൽ യാത്രക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ സംശയിച്ചതുപോലെ ഇതൊരു ചാവേർ ആക്രമണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അനിൽ നമ്പ്യാർ, ആ ദിശയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ IB അതോടൊപ്പം തന്നെ NIA തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെയോ ഒന്നും സ്ഫോടനം അല്ല, മറിച്ച് വർഷങ്ങളായി തന്നെ രാജ്യതലസ്ഥാനത്ത്, പ്രത്യേകിച്ച് 2014 ശേഷം രാജ്യതലസ്ഥാനത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് മുൻപ് 2011-ലും 2008-ലും അതുപോലെ തന്നെ 2005-ലുമൊക്കെ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ 2005-ലെ സ്ഫോടനം നമുക്കൊന്ന് നോക്കുമ്പോൾ അതും ഇപ്പോൾ നടന്നിരിക്കുന്ന സ്ഫോടനവും ഒക്കെ ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള സ്ഫോടനങ്ങളാണ്. 2005-ൽ പഹഡ്ഗഞ്ച് അതോടൊപ്പം തന്നെ ഇത്തരം ആൾക്കൂട്ടമുള്ള 3 പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ, സരോജിനി മാർക്കറ്റ് അതോടൊപ്പം തന്നെ പഹഡ്ഗഞ്ച് തുടങ്ങിയ സ്ഥലങ്ങളാണ് 2005-ൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത്. അതും ഇതുപോലെ തന്നെ വാഹനങ്ങൾക്കകത്ത് വെച്ചിരുന്ന ടൈം ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് 70 പേരാണ് 2005 ഒക്ടോബർ മാസം 29-ാം തീയതി ഉണ്ടായ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഇസ്ലാമിക ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഈ 2 ഭീകര സംഘടനകളായിരുന്നു 2005-ലെ സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പിന്നീട് 2008-ലും ഡൽഹിയിൽ മറ്റൊരു സ്ഫോടനം ഉണ്ടായിരുന്നു. ആ സ്ഫോടനത്തിലും ഏതാണ്ട് 15ഓളം ആളുകൾ മരണപ്പെടുകയും 30-നടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതും ഇന്ത്യൻ മുജാഹിദീനാണ് അന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതും ഈ പറയുന്നത് പോലെ തന്നെ ആൾക്കൂട്ടമുള്ള പ്രദേശങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 2005-ലെയും 2008-ലെയും ഒക്കെ ഡൽഹിയിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭീകര സ്വഭാവമുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് അതിന് നേതൃത്വം നൽകിയ ഇസ്ലാമിക ഗ്രൂപ്പുകളിലേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം എത്തുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ അറസ്റ്റിലായിട്ടുള്ള ജിഹാദി ശക്തികൾ, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ, ഇവരെല്ലാം വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ പദ്ധതി ഒരുക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഉത്തരമാണ് ഈ ഭീകരശക്തികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്ന് ലഭ്യമായത്. അങ്ങനെ ഈ ഭീകരവാദികളുടെ ലക്ഷ്യം ഡൽഹിയും മുംബൈയും അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുമൊക്കെ ആണെന്ന് ഇവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വൈകിട്ട് ഇപ്പോൾ ഈ സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അന്വേഷണം ആ ദിശയിലാണ് ഈ നിമിഷത്തിൽ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചെങ്കോട്ടയാണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. കാരണം റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന കേന്ദ്രമാണ്. അവിടെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്, സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത്, ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തുന്നത് അവിടെ നിന്നാണ്. അതിനാൽ തന്നെ ഇതിനു മുൻപും ഈ മതമൗലികവാദികളും ഭീകരശക്തികളും ഈ റെഡ് ഫോർട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന കർഷക സമരം എന്ന പേരിൽ നടന്ന പോരാട്ട നാടകം, അതിൻ്റെ ഭാഗമായി പിന്നീട് ഈ ട്രാക്ടറുകളുമായി ഖാലിസ്ഥാൻ ഭീകരവാദികൾ എരച്ചെത്തി ഖാലിസ്ഥാൻ്റെ സമാനമായിട്ടുള്ള പതാക അവർ ഉയർത്തിയത് റെഡ് ഫോർട്ടിന് മുകളിലായിരുന്നു. 2000 ഡിസംബർ മാസത്തിൽ റെഡ് ഫോർട്ടിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്ന് 3 പേരാണ് കൊല്ലപ്പെട്ടത്. അത് പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടന ജയ്ഷയും ലഷ്കർ-ഇ-തോയ്ബയും സംയുക്തമായിട്ടാണ് 2000 ഡിസംബർ മാസത്തിൽ ഭീകരാക്രമണം റെഡ് ഫോർട്ടിൽ നടത്തിയത്. അന്ന് 3 സുരക്ഷാ ഭടന്മാർ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് ഫോർട്ട് പോലെയുള്ള ഭാരതത്തിൻ്റെ അഭിമാന കേന്ദ്രങ്ങൾ, നമ്മുടെ പൈതൃക സ്ഥലങ്ങൾ, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരവാദികൾ പല ഘട്ടങ്ങളിലും എത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ മുൻപ് സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ്, അതിന് സമാനമായ രീതിയിലുള്ള ഭീകരാക്രമണമാണ് ഇപ്പോൾ റെഡ് ഫോർട്ടിൽ ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ എത്തണം. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരോ കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ ഇപ്പോഴും ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഭീകരാക്രമണമാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് ഈ ഏജൻസികളിൽ നിന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ഉടൻ നടത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്.